ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 101 റൺസിന്റെ വമ്പൻ ജയം സ്വന്തമാക്കിയപ്പോൾ മറ്റൊരു ഇന്ത്യൻ ബൗളറുമില്ലാത്ത അപൂർവ നേട്ടം സ്വന്തമാക്കി ജസ്പ്രീത് ബുംറ. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ബൗളറായ ബുംറ ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലും 100 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ T20ക്ക് ഇറങ്ങുമ്പോൾ 1 വിക്കറ്റ് മാത്രമായിരുന്നു ബുംറയ്ക്ക് 100 വിക്കറ്റ് തികയ്ക്കാൻ വേണ്ടിയിരുന്നത്. ഓപ്പണിംഗ് സ്പെല്ലിൽ വിക്കറ്റ് എടുക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ബുംറയുടെ പന്തിൽ ദക്ഷിണാഫ്രിക്കൻ നായകൻ എയ്ഡൻ മാർക്കർ നൽകി ക്യാച്ച്. ബൗണ്ടറിയിൽ ശിവം ദുബെ കൈലൊതുക്കിയെങ്കിലും നിയന്ത്രണം തെറ്റി ബൗണ്ടറിക്ക് പുറത്തുപോയതോടെ 6 ആയി. ബുംറയുടെ രണ്ടാം ഓവറിൽ മാർക്കറും 4ഉം 6ഉം നേടിയതോടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബുംറയുടെ ആദ്യ സ്പെൽ അവസാനിപ്പിച്ചു. പിന്നീട് ദക്ഷിണാഫ്രിക്ക 10 ഓവറിൽ 68-ന് 6 എന്ന നിലയിൽ ബാറ്റിംഗ് തകർച്ച നേരിടുമ്പോഴാണ് ബുംറ രണ്ടാം സ്പെല്ലിനെത്തിയത്. രണ്ടാം പന്തിൽ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോററായ ഡേവിഡ് ബ്രവീസിനെ മടക്കിയ ബുംറ 100 വിക്കറ്റ് നേട്ടം തികച്ചു. ഒപ്പം 3 ഫോർമാറ്റിൽ 100 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി. ബുംറയുടെ പന്ത് നോ ബോളാണോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും റീപ്ലേ പരിശോധിച്ച TV അമ്പയർ അത് നോ ബോൾ വിളിച്ചില്ല. ലോക ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിൽ 100 വിക്കറ്റ് തികയ്ക്കുന്ന അഞ്ചാമത്തെ മാത്രം ബൗളറാണ് ബുംറ. ലാസിത് മലിംഗ, ടീം സൗത്തി, ഷാക്കിൻ അൽ ഹസൻ, ഷാഹിൻ അഫ്രീദി എന്നിവരാണ് ബുംറയ്ക്ക് മുമ്പ് ഈ നേട്ടം തികച്ചവർ. അതേ ഓവറിലെ 5-ാം പന്തിൽ കേശവ മഹാരാജിനെ കൂടി പുറത്താക്കിയ ബുംറ മത്സരത്തിലെ 2ാം വിക്കറ്റും നേടി. പിന്നാലെ ദക്ഷിണാഫ്രിക്ക ആൾ ഔട്ടായതിനാൽ ബുംറയ്ക്ക് 4ാം ഓവർ എറിയേണ്ടി വന്നില്ല. നിലവിൽ 81 T20 മത്സരങ്ങളിൽ നിന്നാണ് ബുംറ 101 വിക്കറ്റ് സ്വന്തമാക്കിയത്. 7 റൺസിന് 3 വിക്കറ്റ് എടുത്താണ് ബുംറയുടെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം. 69 മത്സരങ്ങളിൽ 107 വിക്കറ്റ് എടുത്തിട്ടുള്ള ഹർഷ്ദീപ് സിംഗാണ് T20യിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബൗളർ.